ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ അലീന അടുക്കളയിലെ ആ ചിട്ടവട്ടങ്ങളൊക്കെ മാറ്റിയേ പറ്റത്തുള്ളൂ. വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങളും അതുപോലെ നമ്മുടെ സ്റ്റാൻലിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പൗലോസും അവിടുത്തെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന്. അപ്പം അതിനൊക്കെ ഒരു അന്തിമം കുറിക്കാൻ വേണ്ടി നമ്മുടെ അലീന ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പം എല്ലാവരുടെയും അവിടെ നിൽക്കുന്ന വിനോദിന്റെയും പൗലോസിന്റെയും വായിൽ നിന്നും വെറും കളിയാക്കലുകൾ മാത്രം കേട്ടുകൊണ്ട് അതൊക്കെ വെറും പുച്ഛത്തോടു കൂടി നോക്കിക്കാണുന്ന അലീനയാണ് ഇന്ന് ലാസ്റ്റ് സീനിൽ നമ്മൾ കണ്ടത്. അങ്ങനെ അലീനയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ മീന് മുറിക്കുകയാണ്. അതും വാലിന്റെ ഭാഗത്ത് കുറെ ദശയും തലയുടെ ഭാഗത്ത് കുറെ ദശയും ഒക്കെ ഇങ്ങനെ വെട്ടിക്കളയുന്നു. അപ്പൊ ഇത് വെട്ടിക്കളഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ വേലക്കാരി സുജാതയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ അലീനയ്ക്ക്? അലീന പറഞ്ഞത് പറ്റത്തില്ല, ഇത് സമ്മതിക്കത്തില്ല. ആ മീനും തലയുടെ വാലും ആ മീനിന്റെ തലയും വാലും ഒക്കെ ഇവിടെ വെക്കാൻ പറഞ്ഞു. സഞ്ചിക്കകത്തിട്ട് കുറെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് നീ കൊണ്ടുപോക്കോ സുജാതയെന്ന് പറഞ്ഞു. സുജാതയ്ക്ക് ഒരു പേടിയുണ്ട് മേടിക്കാനായിട്ട്. പക്ഷെ പൗലോസിനാണേ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. പൗലോസ് ആണ് അവിടുത്തെ അടുക്കളക്കാരൻ, പൗലോസിന്റെ സ്വന്തമാണ് അടുക്കള എന്നുള്ള രീതിയിലാണല്ലോ പൗലോസ് പെരുമാറുന്നത്. അങ്ങനെ നമ്മുടെ പൗലോസ് പറഞ്ഞു, ഇത് നീ കൊണ്ടുപോക്കോ, ജാനകി അല്ലല്ലോ, സോറി, സുജാത എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തു. അപ്പൊ സുജാത അത് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന പറഞ്ഞു അത് തിരിച്ചിടാൻ പറഞ്ഞു. പൗലോസിനോട് തന്നെ പറഞ്ഞു അത് മേടിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ പൗലോസ് പറഞ്ഞു, ഓഹോ, അത് മേടിച്ചു വെച്ചിട്ട് മിക്കവാറും ഞാൻ ഇവിടുത്തെ ജോലി ചെയ്തത് തന്നെ. അത് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, ഞാനിവിടെ കേണൽ സാബിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. കേണൽ സാബു എന്നോട് പറഞ്ഞതാണ്, കേണൽ സാബു പറയുന്ന പോലെ തന്നെ ചെയ്താൽ മതി, പഴയതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് കേണൽ സാബു പറഞ്ഞു. പിന്നെ നിനക്കിത് എന്നാത്തിന്റെ സൂക്കേടാ പെങ്കൊച്ചെ? നീ ഇപ്പൊ ഇവിടെ പുതിയതായിട്ട് വന്നിട്ട് എന്നെ ഭരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പുള്ള കേസല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? അതെ, സുജാത ചേച്ചി ഒരു കാര്യം ചെയ്ത് അതങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. അപ്പൊ പൗലോസ് പറഞ്ഞു, സുജാത അതിവിടെ വെച്ചിട്ട് സുജാതേന്റെ വെറുങ്കയോടെ പറഞ്ഞു വിടാനാണെങ്കിൽ പൗലോസ് ഇനി അടുക്കളയിൽ കയറില്ല. ഓഹോ, എന്നാ ഇനി പൗലോസ് ഈ അടുക്കളയിൽ കയറി എന്തെങ്കിലും വെച്ചുണ്ടാക്കണമെങ്കിലേ ഇച്ചിരി പുളിക്കും എന്ന് പറഞ്ഞിട്ട് പൗലോസ് അങ്ങ് ദേഷ്യം വന്നിട്ട് പോയി. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഓ, പൗലോസ് ചേട്ടൻ അങ്ങനെ വാശി കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോകട്ടെ, ഇവിടെ അടുക്കളയിൽ പൗലോസ് ചേട്ടൻ കേറിയാലും കേറിയില്ലേലും അരി ഇട്ടാ വേവൂല്ലോ, വേവാതിരിക്കത്തില്ലല്ലോ. നമുക്ക് നോക്കാം, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ പറയുന്നത് വെറും കേണൽ സാബ് അല്ല, കേണൽ സാബിന്റെ മോളാണ് പറയുന്നത്. അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊന്നും എനിക്ക് അറിയണമല്ലോ എന്ന് നമ്മുടെ അലീന പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് അലീന ഇത്രയും പറഞ്ഞിട്ട് പോയി, നമ്മുടെ പൗലോസും പോയി. സുജാതയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക മിണുങ്ങസിയാന്നും പറഞ്ഞോണ്ട്. അപ്പം വിനോദ് പറഞ്ഞു, ഓ, ഇതിന്റെ അഹങ്കാരം ചില്ലറയൊന്നും അല്ല, ഇവള് വന്നു കയറിയതേ ഉള്ളല്ലോ. അപ്പോഴത്തേക്കും സുജാതയും പറഞ്ഞു കേട്ടോ, ഇമ്മിണി അഹങ്കാരം കൂടുതൽ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ പൗലോച്ചായൻ ഇങ്ങനെയൊക്കെ പറയാന് ധൈര്യം ആർക്കാ ഉള്ളത് ഇവിടെ? പൗലോച്ചായനല്ലേ ഇവിടുത്തെ അടുക്കളക്കാരെന്ന് സുജാതയും പറഞ്ഞു. ഏതായാലും പരിഭവവും പരാതിയും ഒക്കെ ആയിട്ട് നേരെ പൗലോസ് ചെല്ലുകയാണ്. എങ്ങോട്ടേക്ക്? പൗലോസ് ആദ്യം ചെന്നില്ല കേട്ടോ, ആദ്യം നമ്മുടെ അലീന തന്നെയാണ് ചെല്ലുന്നത്. അപ്പം അലീന നേരെ ചെന്ന് ഔതക്കുട്ടിയോട് പറഞ്ഞു. അപ്പൊ ഔതക്കുട്ടി പറഞ്ഞു, അതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ, നീ പറഞ്ഞത് കേൾക്കുന്നില്ലേ? അതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. അപ്പൊ അലീന പ്രത്യേകിച്ച് ഒരു പരാതി എന്ന് പറയുമ്പം നമ്മുടെ ഔതക്കുട്ടി എന്നാ പിന്നെ അത് അംഗീകരിക്കാതിരിക്കത്തില്ലല്ലോ. അപ്പൊ നേരെ പൗലോസിന്റെ അടുത്തേക്ക് എന്നിട്ട്, നീ എന്തുവാടാ ഈ കാണിക്കുന്നത്? നിനക്ക് എന്താടാ നിനക്ക് സൂക്കേട്? ഇവളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യരുത് എന്ന്, അതെന്താ നീ വാശി കാണിക്കുന്നത്? ഇവിടെ ആരാന്നറിയാമോ? ഇവിടെ കേണൽ സാബിന്റെ മോളാന്നറിയത്തില്ലേ? ലാലിച്ചന്റെ മോള് പറയുന്നത് നിനക്ക് കേട്ടാൽ എന്താ കുഴപ്പമിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അത് പിന്നെ കേണൽ സാബ് പറയുന്നത് കേട്ടാ പോരെ? എനിക്ക് കേണൽ സാബല്ലേ ശമ്പളം തരുന്നത്, കേണൽ സാബ് പറയുന്നതല്ലേ ഞാൻ കേൾക്കണ്ട. കേണൽ സാബിനോട് പറഞ്ഞപ്പം കേണൽ സാബ് എന്നോട് പറഞ്ഞത് പഴയ രീതി പോലെ തന്നെ മതി, പ്രത്യേകിച്ച് വേറെ ഒന്നും കാര്യമൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്തിന് ഇവള് പറയുന്നത് കേൾക്കണം, അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, ഞാൻ കേണൽ സാബിന്റെ മോളാണ്. നിങ്ങൾ ഈ പറയുന്ന കേണൽ സാബിന്റെ മോളാണ് ഞാൻ, അല്ലാതെ ഞാനിവിടെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. പിന്നെ നിങ്ങൾ സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നതിനോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ കയറി വരുന്നതിനോ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. ഏതായാലും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ ഭയങ്കര വഴക്കായി കേട്ടോ. ഏതായാലും ഈ സമയത്ത് കേണൽ വന്നു. കേണൽ സാബ് വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം, എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, അത് പിന്നെ അലീന പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട്. അലീന എന്തിനു വേണ്ടിയാ പറയുന്നത്? അലീന പറയുന്നത് നല്ലതിന് വേണ്ടിയല്ലേ. വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, എന്താണ് ഇപ്പൊ വേസ്റ്റ് ആക്കി കളയുന്നത്? ഇവിടെ ആരാണിപ്പോ ഇവിടെ വേസ്റ്റ് ആക്കി കളയുന്നത്? ഇത്രയും നാളും ഇല്ലാത്തൊരു വേസ്റ്റ് ആക്കലാണോ ഇപ്പൊ വേസ്റ്റ് ആക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേണൽ സാബ്. അപ്പോഴത്തേക്കും പൗലോസ് പറഞ്ഞു, അത് പിന്നെ കേണൽ സാബിനോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ,
ഞാൻ ഇവിടെ വേസ്റ്റ് ആക്കുന്നൊന്നുമില്ല ഒന്നും. ഞാൻ പഴയതുപോലെ തന്നെയാ. പഴയ രീതിക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഞാൻ എല്ലാം വെച്ച് വിളമ്പി എടുത്ത് തരുന്നില്ലേ കേരള സാബിന്? അതാണ് ഇപ്പൊ പ്രശ്നം. ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങ് പൊക്കോളാം. ഇനിയിപ്പം അടുക്കള ഭരണം ആർക്കാന്ന് വെച്ചാൽ കൊടുത്തോ, ഞാൻ പൊക്കോളാം. ഇനിയിപ്പോ ഈ ഞാൻ ചെയ്യുന്നതോ ഉണ്ടാക്കുന്നതോ ഇഷ്ടമല്ലെങ്കിലോ ഇനിയിപ്പോ ഞാൻ വേസ്റ്റ് ആക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അടുക്കളക്കാരി ഇനി നോക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. സ്റ്റാൻലി പറഞ്ഞു, അല്ല ആരാ ഇപ്പൊ ഇവിടെ പരിഷ്കരിക്കാന്? ആരോട് ചോദിച്ചിട്ട് ഇവിടെ പരിഷ്കരണം നടത്തുന്നത്? അലീനെ, ഈ വക കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അവിടെ പൗലോസ് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ പൗലോസിനോട് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, നീ പൊക്കോ, നീ ഇപ്പം അടുക്കളയിൽ പോയി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, പഴയതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് പൗലോസിനെ അടുക്കളയിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. അപ്പം സ്റ്റാൻലി അല്ലേ പറഞ്ഞത്, അപ്പം പൗലോസിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. പൗലോസ് പോവുകയും ചെയ്തു. ഏതായാലും കിച്ചണിലേക്ക് പൗലോസ് ചെന്നു. അപ്പം അലീനെ അങ്ങ് വല്ലാണ്ടായി പോയി. അപ്പം അലീനയ്ക്ക് അവിടെ ഒരു വിലയും ഇല്ലാത്തതുപോലെ ആണല്ലോ സ്റ്റാൻലി പൗലോസിനെ അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടത്. അതായത് പഴയ രീതി പോലെ തന്നെ മതിയല്ലോ എന്ന്. അങ്ങനെ അലീനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി കേട്ടോ. അപ്പം ഔദക്കുട്ടി അതും ഇതും ഒക്കെ പറഞ്ഞപ്പോഴൊന്നും നമ്മുടെ സ്റ്റാൻലി അടങ്ങുന്നില്ല. സ്റ്റാൻലി ഔദക്കുട്ടിയോട് പറഞ്ഞു, അപ്പച്ചനൊന്നും മിണ്ടണ്ട, അപ്പച്ചൻ ഇന്നോ ഇന്നലെയോ വന്നതല്ലേ ഇങ്ങോട്ടേക്ക്. ഇവള് വന്നപ്പം അല്ലാത്ത സമയത്ത് എനിക്കിവിടെ വേറെ ആരും ഇല്ലായിരുന്നു. എനിക്കിവിടെ വെച്ച് വിളമ്പി ഉണ്ടാക്കി തരാനും ഞാൻ പറയുന്ന അനുസരിച്ച് ആ സമയത്ത് വിളമ്പി വെച്ച് എടുത്തു തരാനൊക്കെ ഇത്രയും നാളും ഉണ്ടായിരുന്നത് പൗലോസായിരുന്നു. ആ പൗലോസിനെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അവനിവിടെ എന്ത് കൊള്ളരുതായ്മ ചെയ്തെന്നാ പറയുന്നത്. ഇത്രയും മാസം അല്ലെങ്കിൽ വർഷം അവൻ ഇവിടെ നിന്നിട്ട് എനിക്കൊരു നഷ്ടവും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ ചീഞ്ഞതും പുഴുത്തതും പഴുത്തതും ഒന്നും ഞാൻ കഴിച്ച് ശീലിച്ചിട്ടില്ല. അപ്പൊ അത് വേസ്റ്റ് ആക്കി കളയുന്നതിന് എനിക്കൊന്നും പറയാനില്ല. പിന്നെ കൊണ്ടുപോകുന്നത് പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കാനല്ലേ, അതും ജീവജാലകങ്ങളല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ പപ്പ ഇങ്ങനെ പറയുന്നത്? പപ്പ ഒരു കാര്യം ഓർത്തോണം. ഞാനിപ്പോ ഇവിടെ കണക്ക് പറയുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇതുപോലും കിട്ടാതെ പപ്പ ഊണുമേശയിൽ 10 കൂട്ടം കറികളും 11 കൂട്ടം കറികളും 18 കൂട്ടം കറികളുമായിട്ട് ഊണുമേശയിൽ ഇരുന്ന് സമൃദ്ധമായി ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പപ്പയുടെ മോള് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ആരെങ്കിലും പിച്ചെടുത്ത് കൊണ്ടുതരുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പപ്പയുടെ മോള് കാത്തിരിക്കുകയായിരുന്നു. പപ്പ ആ ഒരു സമയത്ത് ഇവിടെ പപ്പ വയറ് നിറച്ച് ആഹാരം കഴിച്ചു മേശപ്പുറത്ത് ഇരിക്കുമല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും സ്റ്റാൻലിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം ഔദക്കുട്ടി, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് എന്ന് ചോദിച്ചു. ഇത്രയും പറഞ്ഞിട്ട് അലീന അങ്ങ് മാറിപ്പോയി കേട്ടോ. അലീനയ്ക്ക് അങ്ങ് സങ്കടം വന്ന് കണ്ണിൽ കൂടെയൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞൊഴുകി. അങ്ങനെ ഔദക്കുട്ടി സ്റ്റാൻലിനെ പേടിപ്പിച്ചു. നിനക്കേ ഇച്ചിരി അടിയുടെ കുറവുണ്ട്, ഇച്ചിരിയല്ല നല്ല അടിയുടെ കുറവുണ്ട്, വലിയ കേണലാണ് പോലും കേണല്. അവൾ പറയുന്നതിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്? മീനിന്റെ ഒരു ഭാഗം കളയുകയും വേസ്റ്റാക്കി കളയുകയൊക്കെ ചെയ്യുന്നതേ ഞാനും കണ്ടായിരുന്നു. ഇത് ഞാൻ ചോദ്യം ചെയ്യാതിരുന്നത് നിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാ. പിന്നെ ആ പെങ്കൊച്ച് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനതുപോലെ ഇതൊക്കെ കണ്ടിട്ട് വിഷമമുണ്ട്. എത്ര പേരാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത്. അവൾ പറഞ്ഞത് ശരിയല്ലേ? ആ ഒരു സമയത്ത് നീ ഇവിടെ ഭക്ഷണങ്ങളെല്ലാം അനാവശ്യമായി വേസ്റ്റാക്കി കളയുന്നത് നല്ലതാണോ എന്ന് അവൾ ചോദിച്ചതാണോ തെറ്റ്? അവളുടെ വിഷമവും സങ്കടങ്ങളും അവൾ അനുഭവിച്ച വേദനയും അവൾക്കറിയാലോ. അതിപ്പം ഒരുപക്ഷെ ഞാനും അതിന് ഉത്തരവാദി ആയിരിക്കാം, നീയും അതിന് ഉത്തരവാദി ആയിരിക്കാം. അതൊക്കെ ഇനിയിപ്പം നികത്തി അവിടെ സ്നേഹിച്ച് നിൽക്കാനല്ലേ നീ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അല്ലാതെ വേലക്കാരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പം ഞാൻ എന്താ പറഞ്ഞത്? അങ്ങനെ പൗലോസിനെ വിടാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ ഞാൻ. ഇത്രയും നാളും എൻ്റെ കൂടെ പൗലോസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പൗലോസും ഈ പറയുന്ന ആന്റപ്പനൊക്കെ അല്ലാതെ വേറെ ആരും എനിക്കില്ലായിരുന്നല്ലോ. അപ്പൊ അവരെ പെട്ടെന്ന് പറഞ്ഞയക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആരടാ പറഞ്ഞയക്കാൻ പറഞ്ഞത്? അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാണ്, നീ നോക്കിയും കണ്ടും ചെയ്യണം എന്ന് നീ അവരോട് അലീനയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ അലീനയ്ക്കും ഒരു വിലയുണ്ടാകും, നിനക്കും ഒരു വിലയുണ്ടാകും. ഇതിപ്പം അലീനയെ അവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കി കൊച്ചാക്കി വേലക്കാരുടെ സ്ഥാനം പോലും നീ അലീനയ്ക്ക് കൊടുക്കാത്ത വിധമാക്കിയില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ സ്റ്റാൻലി പറയാണ് കേട്ടോ. പറഞ്ഞു അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും അവക്കത് തോന്നും, കേട്ടു നിൽക്കുന്ന ആർക്കാണെങ്കിലും തോന്നും. ഇനി അലീനയ്ക്ക് ഇവിടെ എന്തെങ്കിലും വില കാണുമോ? അവൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അനുസരിക്കുവോ? അത്ര തന്നെ. നീ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ അലീന വിഷമത്തോടു കൂടി റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും സ്റ്റാൻലി ചെല്ലുകയാണ് അലീനയെ സമാധാനപ്പെടുത്താനായിട്ട്. അങ്ങനെ സ്റ്റാൻലി ചെന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേരെ അലീനെ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ വരുത്തി ഇത്രയും നാൾ ഞാൻ ജീവിച്ചിരുന്നത്, അതിലിനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ പിടിച്ചെന്നൊക്കെ ഇരിക്കും. നീ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാണെങ്കിൽ അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അവരിവിടുത്തെ അന്നം കഴിച്ചാണല്ലോ അവരുടെ കുടുംബം കഴിയുന്നത്. പെട്ടെന്ന് എനിക്ക് അവരെ അങ്ങ് പുറത്തേക്ക് ആക്കാൻ പറ്റില്ലല്ലോ. പിന്നെ
നീ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊക്കെ എങ്കിൽ ഇനി ഞാൻ അവരോട് സൂക്ഷിച്ചോളാം പറഞ്ഞോളാം എന്ന് പറയുമ്പം എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട പപ്പയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, എനിക്ക് വേണ്ടിയല്ല. ഇങ്ങനെ തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും ശരി കണ്ടാൽ ശരിയാണെന്നും പറയാൻ ബ്രിജിത്താമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അലീന പറഞ്ഞു, പപ്പ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ തെറ്റ് കണ്ടാൽ അത് പപ്പയാണെങ്കിലും പപ്പയുടെ വല്യപ്പച്ചനാണെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റെന്ന് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത് അലീന അങ്ങനെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ആരെയും പേടിച്ചിട്ട് അലീനയ്ക്ക് തെറ്റ് കണ്ടാൽ ശരിയാണെന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.